എന്ന സാധനം വേറെ ഒന്നുമില്ല, കുറച്ച് സോൾട്ട് മാത്രം ഇട്ടിട്ടുള്ളൂ. കഴിച്ചു നോക്കാം. ഏറ്റവും ഫേമസ് ആണ് കോബെ ബീഫ് ആൻഡ് വ്യാഗു. കണ്ടോ ഈ ബീഫിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഈ മാർബിൾ പീസ് പോലെ ആ ഫാറ്റ് ഭയങ്കര ലെയറായിട്ട് കിടക്കും. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ ഒരു പീസിന് 1000 എണ്ണ തന്നെ. അതായത് ഇന്ത്യൻ മണി ഏകദേശം 600 രൂപ വരും ഒരു പീസ്. അതായത് ഈ ഒരു ചെറിയ കഷ്ണം ബീഫിന് 1 വ്യാഗു. ഓക്കെ, മണി ക്യാഷ്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് ജപ്പാനിലെ കോബെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇവിടെ മാത്രം കിട്ടുന്ന ഒരു തരം മീറ്റ് ഉണ്ട്, കോബെ ബീഫ് എന്നറിയപ്പെടുന്നു. തജിം കാറ്റിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ബ്രീഡിൽപ്പെട്ട പശുവിൻ്റെ മീറ്റാണത്. അത് ഭയങ്കര ജ്യൂസിയും ഭയങ്കര ഫേമസാണ്, വേൾഡ് ഫേമസാണ്. അതൊരു കിലോ ബീഫിന് ഇന്ത്യൻ മണി ഏകദേശം 20,000-25,000 രൂപ വില വരുന്നതാണ് ആ ബീഫിൻ്റെ റേറ്റ്. നമുക്ക് ആ ബീഫ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ആ മീറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമ്മുടെയൊക്കെ നാട്ടിൽ മീറ്റ് വാങ്ങിക്കുമ്പോൾ ഫാറ്റ് ഒരു ലെയർ, മീറ്റ് ഒരു ലെയർ, അങ്ങനെയല്ല വരാം. ഇത് പക്ഷേ ഫാറ്റും മീറ്റും കൂടി മിക്സ്ഡായിട്ട് ഒരു മാർബിൾ പീസ് കട്ട് ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് ആ ബീഫ് കാണുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടില്ല. കോബെ ബീഫ് പോലെ തന്നെ പ്രത്യേകതയുള്ള വ്യോഗ് ബീഫ് എന്ന് പറഞ്ഞിട്ട്, വ്യോഗ് എന്ന് പറഞ്ഞാൽ ജപ്പാനിലൊരു സ്ഥലത്തുള്ള ബീഫും. ഈ 2 ബീഫുമാണ് വേൾഡ് ഫേമസ്. അതായത് ജപ്പാനിൽ പോയാൽ ഇത് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരും. ഇവരധികം മസാലയൊന്നും ആഡ് ചെയ്യില്ല. ആ ബീഫ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ആ ഒരു ചെറിയ ലെയറാണ് ഉണ്ട് ബീഫ് ഉണ്ടാവും. നമ്മുടെ ബീഫ് എന്ന് വെച്ചാൽ മീറ്റ് വേറെ, ഫാറ്റ് വേറെ ആയിട്ടാണ്. ഇത് പക്ഷേ ഇത് മിക്സ് ആയിട്ടാണ് കേട്ടോ. ഇനി ഇവരിത് മസാലയൊന്നും ആഡ് ചെയ്യില്ല, വെറുതെ നമുക്ക് ഫ്രൈ ചെയ്ത് തരും. ജസ്റ്റ് ഫ്രൈ ചെയ്ത് തരും. ഓക്കെ, ദിസ് വൺ ഇസ് എ സോൾട്ട്. ഇവർ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊള്ളാട്ടോ, ഞാൻ വിചാരിച്ചല്ല, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ജ്യൂസി, ഭയങ്കര ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും ടേസ്റ്റുള്ള ബീഫ് കഴിക്കണം. പൈസ കുറച്ച്, ഇത്രയും പീസിന് 600 രൂപ വേണം. 1 കിലോക്ക് ഏകദേശം 20,000 രൂപ വരും കോബെ ബീഫ്. ശരിക്കും പറഞ്ഞാൽ ഉപ്പ് ഇടാൻ പാടില്ല, ഉപ്പും ഇടണ്ട, വെറുതെ കഴിക്കാം. ഭയങ്കര ടേസ്റ്റ്. റോഡ് വാങ്ങിക്കാം. ഫാറ്റ് നോക്കിയേ. ഞാൻ ആദ്യം ഇത്രയും ടേസ്റ്റ് ബീഫ് കഴിക്കുന്നത്. അത് കഴിച്ചിട്ട് കൊതി മാറില്ല. കഴിച്ച സി ഞാൻ വേറെണ്ണം കൂടി ഓർഡർ ചെയ്തു. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, വേറെ സ്ഥലത്തുനിന്ന് വേറെ കൂടി ഓർഡർ ചെയ്തു. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ബീഫിന് ഇത്ര വില കൂടാൻ കാരണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അതിൻ്റെ ബ്രീഡാണ്. ആ ബ്രീഡ് ഈ കോംബെ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതിന് വളരാനുള്ള അറ്റ്മോസ്ഫിയർ ഈ ഭാഗത്തേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അതിനെ ഭയങ്കരമായിട്ട് ഹൈ ക്വാളിറ്റി ഫുഡ് കൊടുത്തിട്ടാണ് അവർ വളർത്തുന്നത്. ഹൈ ക്വാളിറ്റി ഫുഡ് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് അതിനെ വളർത്തുന്നത്. മസാജൊക്കെ അതിന് മസാജ് മെഷീൻ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട്, ബിയർ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നമ്മുടെ ആനിമൽസിന് അല്ലെങ്കിൽ ഈ പശുവിനും പോത്തിനൊക്കെ നമ്മുടെ ഫുഡ് വേസ്റ്റൊക്കെ കൊടുക്കാറ്. പക്ഷേ ഇവരെങ്ങനെയല്ല, ഇവർ കോണ് അതേപോലെ കൂടിയ എല്ലാം ഹൈബ്രിഡ് സാധനങ്ങൾ കൊടുക്കാറ്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആ ബീഫ് കഴിക്കുമ്പോൾ അറിയാൻ പറ്റാറുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോട്ടൻപുരി എന്ന് പറയുന്ന
സ്ട്രീറ്റിലാണ്. ആ സ്ട്രീറ്റിന് അതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിൽ ഇത് കോംബെ ബീഫിൻ്റെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതിനകത്ത് ഫേക്ക് കോംബെ ബീഫുകളുണ്ട്. പക്ഷെ നമുക്ക് ഒറിജിനൽ കോംബെ ബീഫ് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് എൻ്റെ വീഡിയോ നോക്കിയറിയാം. എല്ലാത്തിലും ഫാറ്റും മീറ്റും ഇങ്ങനെ ലെയറായിട്ടിരിക്കും. അതായത് ശരിക്കും പറഞ്ഞൊരു മാർബിൾ കട്ട് ചെയ്ത് വെച്ച പോലെ, മാർബിൾ പീസ് പോലെ ഇരിക്കുക. അതുകൊണ്ടാണ് അതിന് ഇത്രയും എക്സ്പെൻസീവ്. ആ ഒരു പീസിന് ഏകദേശം 600 രൂപയാണ്. ഞാൻ കഴിക്കുന്ന സ്റ്റിക്കിന് 600 രൂപ. ഇതാണ് രണ്ടാമത് വാങ്ങിച്ചത്. ഇതിൽ ഞാൻ സോൾട്ട് കൂടെ ഉണ്ടാന്ന് പറഞ്ഞു, ഒന്നും കൂടെ ഉണ്ടാന്ന് പറഞ്ഞു. വെറുതെ തന്നാൽ മതി. ആ ഫാറ്റ് പോകണുണ്ടോ?